ഓണക്കുഴി എടുക്കുമോ? ഓണക്കുഴി എടുക്കാൻ പോയാലോ? അപ്പോൾ ഇന്ന് ഓണക്കുഴി എടുക്കാൻ പോയ വീഡിയോ ആണ് കേട്ടോ, കാണാട്ടോ. അപ്പം ഞങ്ങൾ MOTയിലാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ മോൾ ഓഫ് ട്രാവൻകൂർ രാത്രി ഇറങ്ങിയത് 7 മണിയായി. ഇറങ്ങിയപ്പോഴത്തേക്ക് എന്നെ അനിയനും വൈഫും വന്നപ്പോഴത്തേക്ക് 7 മണിയായി. പിന്നെ അവരെ കൂടെ പോയത് 7 മണിയായപ്പോഴത്തേക്ക് എത്തി. MOTയിൽ പോയി. ആദ്യം പോയത് സ്റ്റുഡിയോയിലായിരുന്നു കേട്ടോ. സ്റ്റുഡിയോയിൽ പോയപ്പോഴത്തേക്ക് ഒട്ടും സെലക്ഷൻ ഇല്ലാത്തതാണോ സെലക്ഷൻ കഴിഞ്ഞതാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതൊരു സ്കേർട്ടാണ് കേട്ടോ. അവിടെ തന്നെയാണ് കണ്ടത്. പക്ഷേ എനിക്കെന്തോ അത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ മെറ്റീരിയലൊക്കെ നല്ല രസമായിരുന്നു. പക്ഷെ കണ്ടിട്ട് അത്ര പോരായിരുന്നു. പിന്നെ ഫ്രോക്ക് അവർക്കാണെങ്കിൽ മോക്കാണെങ്കിൽ ബേക്കി പാൻറ്റോ അങ്ങനെ എന്തൊക്കെയായിരുന്നു നോക്കിയത്. പക്ഷേ എനിക്ക് അതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട് ഫ്രോക്ക് അങ്ങനത്തെ ന്യൂൾ സ്റ്റാപ്പിൻ്റെ ഡ്രസ്സൊക്കെ ആയിരുന്നു നോക്കിയത്. ഇത് എനിക്ക് നോക്കിയതാണ്. പക്ഷേ കറക്റ്റ് സൈസ് കിട്ടിയില്ല. അല്ലാതെങ്കിൽ കൊള്ളായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എൻ്റെ കളർ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ സൈസ് ഫിറ്റ് അല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തില്ല കേട്ടോ. ഞാനിങ്ങനെ നോക്കുമായിരുന്നു ഏതെങ്കിലും സൈസ് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ടീഷർട്ടൊക്കെ നോക്കി. എനിക്ക് നോക്കി, മോക്ക് നോക്കി. പക്ഷേ എനിക്കെന്തോ വലുതായിട്ട് അതൊന്നും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. കളറാണോ എന്താ തൃപ്തിയില്ലായ്മ പോലെ തോന്നി കണ്ടപ്പോഴത്തേക്ക്. പിന്നെ കുറേ ജീൻസൊക്കെ നോക്കിയായിരുന്നു. അവൾക്ക് കുറേ ബാഗി അങ്ങനെ ജീൻസ് എനിക്കിന്നെ അവൾക്ക് ഉള്ളതുകൊണ്ട് ഉള്ള ടൈപ്പ് ആയതുകൊണ്ട് പിന്നെ ഇത് കോഡ് സെറ്റാണ് കേട്ടോ. കോഡ് സെറ്റും വലിയൊരു സുഖമില്ലായിരുന്നു. കണ്ടിട്ട് വലിയ രസമില്ലായിട്ട് അത്ര പോരായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മാക്സിലാണ് കേട്ടോ വന്നത്. സ്റ്റുഡിയോയിൽ നിന്നൊന്നും കിട്ടാത്തതുകൊണ്ട് മാക്സിൽ പോയിട്ട് ഇതും എനിക്കിഷ്ടം. ഡീപ്പ് വി വന്നിട്ടുള്ള ഡീപ്പ് നെക്കാണ് കേട്ടോ വന്നിട്ടുള്ള ഷോർട്ടായിട്ടുള്ള ഒരു ഫ്രോക്ക് പോലത്തെ 1000 എബോ ഉണ്ടായിരുന്നു റേറ്റ് വന്നിട്ട്. പിന്നെ ഞാനും അതും എടുത്തില്ല. കാരണം എനിക്ക് അതിൻ്റെ തന്നെ വേറൊരു മോളുള്ളത് പിന്നെ എടുത്തില്ല. ഇത് ഫുള്ളായിട്ടുള്ള പക്ഷെ കണ്ടിട്ട് ഇങ്ങനെ പള്ളിയിൽ അങ്ങനെ ഇടുന്ന ആ ഒരു ടൈപ്പ് തോന്നി കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെയും ഞാൻ എടുത്തില്ല. എല്ലാം ഇങ്ങനെ വെച്ച് നോക്കുമായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് വീണ്ടും പ്രത്യേകിച്ചൊന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാനൊന്നും എടുത്തില്ല. പിന്നെ ഇത് മൂക്ക് വേണ്ടിയിട്ട് പിന്നെ ഷോർട്സ് നോക്കുമായിരുന്നു. ഞാൻ ജീൻസ് വിട്ട് പിന്നെ നേരെ ഷോർട്സിലോട്ട് പോയി. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് എല്ലാം എടുത്ത് നോക്കിയിട്ട് ഒന്നും തൃപ്തിപ്പെട്ടില്ല. പിന്നെ ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. ഒരുപാട് സമയം ഇങ്ങനെ നോക്കി തന്നെ ഒരുപാട് സമയം ഇങ്ങനെ പോയായിരുന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രോക്ക് നോക്കണമായിരുന്നു. എനിക്കതിൽ ഇഷ്ടം 2-3 സെലക്ട് ചെയ്ത് വെച്ചു. എനിക്കതിൽ ഇഷ്ടപ്പെട്ടത് അതായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു വേറൊരു ഫ്രോക്ക് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് നോക്കിയത്. പിന്നെ അവൾക്ക് ഈ ഫ്രോക്ക് ടൈപ്പിനോടൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് അതൊന്നും അവൾ എടുത്തില്ല. വീണ്ടും ഈ പരതലാണ് കേട്ടോ. മോന് അതിന് മുന്നേ തന്നെ ടീഷർട്ട്. അവർക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. പെൺപിള്ളേർക്കാണല്ലോ കൂടുതൽ വരുന്ന ടാസ്ക് വരുമ്പോഴത്തേക്ക്. ആൺപിള്ളേർക്ക് പിന്നെ പ്രത്യേക ടീഷർട്ടോ ഒരു ഷോർട്ട്സോ വാങ്ങിയപ്പോൾ ഒരു ജീൻസോ വാങ്ങുമ്പോഴത്തേക്ക് അവരെ കാര്യങ്ങൾ കഴിഞ്ഞത്. പിന്നെ ഇതെനിക്ക് വേണ്ടിയിട്ട് പലാസോ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഫിറ്റിനായിട്ടുള്ള മിക്കതും ഇല്ലായിരുന്നു. നമ്മുടെ ഫ്രീ സൈസ് ടൈപ്പുകൾ കുറവായിരുന്നു. മിക്കത് സ്മോൾ മീഡിയം അങ്ങനെയായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ കുറേ നേരം നോക്കി ഏകദേശം പിന്നെ എൻ്റെ സ്ഥിരം പരിപാടിയെ പെർഫ്യൂമൊക്കെ ഒന്ന് അടിച്ചു നോക്കി. നല്ല വൃത്തിയുടെ സ്മെല്ലായിരുന്നു കേട്ടോ. ചിലതിനൊക്കെ ഇങ്ങനെ കുത്തുന്ന സ്മെല്ലായിരുന്നു. പിന്നെ ഏകദേശം എന്തൊക്കെയോ വാങ്ങിക്കൂട്ടി ബില്ലൊക്കെ ചെയ്തു കേട്ടോ. ബില്ലൊക്കെ ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ലേറ്റായിരുന്നു. 9 മണി 9:30 ആയിരുന്നു. പിന്നെ അവർക്കും വീട്ടിൽ പോകണമല്ലോ. അവരുടെ കാര്യം കൂടെ നമ്മൾ നോക്കണമല്ലോ. നമുക്ക് വേണ്ടിയിട്ട് വന്നിട്ട് പിന്നെ അവരെ മുഷിച്ചിൽ വരുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടല്ലേ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി കേട്ടോ. പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല. കുറേ വാങ്ങണം എന്തൊക്കെയോ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കൂടുതലൊന്നും വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഇനി ഒരു ദിവസം കൂടെ പോകണമെന്ന് വിചാരിക്കുന്നു. കാരണം പിള്ളേർക്ക് വേണ്ടിയിട്ട് മാത്രമേ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളൂ. സമയം തന്നെ ഒരുപാട് ഇങ്ങനെ നമ്മൾ വീഡിയോ കൂടി എടുക്കുമ്പോൾ ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് പോകും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മോൻ എന്തോ ടോയ് പറഞ്ഞു. പിന്നെ അത് വാങ്ങിക്കൊടുത്തില്ലെന്നും പറഞ്ഞു അവ നേരെ ഓടിക്കളഞ്ഞു. പാർക്കിങ്ങിൻ്റെ അവിടെ എത്തി. മോള് പിടിച്ചോണ്ട് വരുന്നതാണ് കേട്ടോ. ഹായ്, അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയ കേട്ടോ. പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ പർച്ചേസിംഗ് ഒന്നും ഇല്ലായിരുന്നു. മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം 2 ഡ്രസ്സ് എടുത്തു. അപ്പോൾ എനിക്ക് നോക്കിയപ്പോഴത്തേക്ക് എനിക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊന്നും ജസ്റ്റ് ഒന്നും നോക്കിയില്ല. വെറുതെ ഒരു ഇന്നർ മാത്രമേ വാങ്ങിയുള്ളൂ. നല്ല റേറ്റ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഓൺലൈനിൽ നമുക്ക് ഇതിനൊക്കെ ലാഭത്തിൽ നല്ല ഡ്രസ്സുകളൊക്കെ കിട്ടുമല്ലോ എന്നുള്ള ചിന്തയെ അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്ക് ഓക്കെ കുഴപ്പമില്ല. എന്നാലും നമ്മൾ വെറുതെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഓൺലൈൻ വായിക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അതിനെക്കാളും നല്ല കുറവുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അവിടുത്തെ ഡ്രസ്സ് കാണിച്ചു തരാവേ. മോൾക്ക് വേണ്ടി എടുത്തതാണേ. മോൾക്ക് വേണ്ടിയിട്ട് ഒരു ടീഷർട്ടാണ് കേട്ടോ എടുത്തത്. ഇവിടെ സ്റ്റുഡിയോയുടെ കാണുമ്പോൾ തന്നെ അറിയായിരിക്കും അല്ലേ സ്റ്റുഡിയോയുടെ. ഇതാണ് ഇതൊക്കെ കുഴപ്പം. യൂണിക് പീസസ് ഒന്നും ഇല്ല കേട്ടോ. ഈ ഇപ്പോഴേട്ടൻ എടുത്തറിയും അല്ലേ ഇതിൻ്റെതാണെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ടീഷർട്ട് വന്നിട്ട്. ഇതിന് റേറ്റൊക്കെ വന്നപ്പോഴത്തേക്ക് പൊട്ടിച്ച് കളഞ്ഞു കേട്ടോ. അതുകൊണ്ട് റേറ്റൊന്നും അറിയത്തില്ല. അതെ കേട്ടോ. ഒരു പീസ് ഒരു ഡ്രസ്സ് വന്നിട്ട് പിന്നെ വേറൊന്ന് വന്നിട്ട് ഈ ഒരു ഇത് ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പ്
ടോപ്പ് കേട്ടോ, ടീഷർട്ട്. അത് സ്റ്റുഡിയോയിൽ കേട്ടോ, മാക്സ് എന്നാണ് എൻ്റെ അടുത്ത. സ്റ്റുഡിയോയിൽ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല, സ്റ്റുഡിയോയിൽ പോയപ്പോഴത്തേക്കും ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് നിങ്ങൾ നേരെ മാക്സിൽ പോയായിരുന്നു. മാക്സിലാണ് കേട്ടോ കിട്ടിയത്. ഇത് മീഡിയം സൈസ് മോക്ക് വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ള, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടീഷർട്ട്. പിന്നെ അവർക്ക് എന്നെ എടുത്തത് ഒരു ഷോർട്സ് എടുത്തായിരുന്നു. ഈ ഒരു ഷോർട്സ് കേട്ടോ. നമ്മുടെ എന്തോ പേര് പറഞ്ഞ മോൾ എന്തോ ഒരു പേര് പറഞ്ഞു, എനിക്ക് ഇതിൻ്റെ പേര് അറിയത്തില്ല. അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യണം, എനിക്ക് ഇതിൻ്റെ പേര് അറിയത്തില്ല. ഈ ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണത്, ഇങ്ങനെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഈ സൈസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തരാം. ഈ ഒരു ഇത് ഇങ്ങനെ കൊള്ളാം കേട്ടോ, നല്ല കളറാണ്, നല്ല രസമുണ്ട്. ഇടുമ്പോഴത്തേക്കാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. 599 അങ്ങനെ എന്തുവായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്ക്. ഇത് ഷോർട്സ് അവൾ കുറേ മറ്റേ ബാഗി ഇപ്പോഴത്തെ മോഡലിൽ പോയ പാൻസ് ഒക്കെ നോക്കിയായിരുന്നു കേട്ടോ. എനിക്കതെന്തോ അതിനോടൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനത്തെ ഡ്രസ്സ് താല്പര്യമുണ്ട്, ഇട്ടാൽ ഒരേ ടൈപ്പ് ഡ്രസ്സുകൾ തന്നെ എപ്പോഴും ഇടുന്ന ഒരു ഡ്രസ്സിലും എല്ലാ ഡ്രസ്സും ഇടണം, എല്ലാ ടൈപ്പ് ഡ്രസ്സും ഇടണം, എല്ലാ ഡ്രസ്സും ഇടണം. അതുകൊണ്ട് ഞാൻ പിന്നെ അതേപോലത്തെ കുറേ ബാഗി അങ്ങനത്തെ കുറേ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും എടുക്കാൻ പ്രത്യേകിച്ച് സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ സെലക്ഷൻ പോലെ ഒരു ഷോർട്സാണ് കേട്ടോ എടുത്തത്. പിന്നെ അടുത്ത കുഞ്ഞു മോൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അവൻ്റെ മെയിനായിട്ടുള്ള വണ്ടിയല്ലേ ഇത്, അതെ വണ്ടി കേട്ടോ. എന്താണ് ട്രാക്ടറോ അങ്ങനത്തെ എന്തോട് കുഞ്ഞ് ടീഷർട്ട് എടുത്തായിരുന്നു കേട്ടോ, ടീഷർട്ട് എടുത്തായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഈ ഒരു പ്രിൻ്റുള്ള ടേക്ക് എ ബ്രേക്ക് അങ്ങനെ പറഞ്ഞിട്ടൊരു ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ അവന് ഒരു ഷോർട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടൊരു ഷോർട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് അവർക്ക് അപ്പോൾ ഇതിൻ്റെ വോയിസ് പോയി കേട്ടോ. ഞാൻ വിചാരിച്ചു വോയിസ് റെക്കോർഡാണെന്ന്, പക്ഷേ വോയിസിന് എന്തോ പ്രോബ്ലം പറ്റി. അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇത് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് 2.5 വയസ്സായ കുഞ്ഞു ആവുകയാണ്, അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കുഞ്ഞൊരു ഫ്രോക്ക്. അങ്ങനെ ഈ കവർ ഞാൻ പിന്നീട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമുണ്ട് ഞാൻ കണ്ടത്, കവർ സെപ്പറേറ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് എടുത്തത്. അല്ലാതെ തന്നെ അവർക്ക് കല്യാണം വന്നപ്പോഴത്തേക്കും അവർക്ക് കുറേ ഡ്രസ്സ് അവർക്ക് അല്ലാണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. തലേദിവസമായിരുന്നാലും കല്യാണത്തിനായിരുന്നാലും ഈവനിങ് ഫംഗ്ഷൻ അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് പ്രത്യേകിച്ച് കുറേ ഡ്രസ്സ് അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും എടുത്തില്ല കേട്ടോ. ഇനിയും ചിലപ്പോൾ 2 ഡ്രസ്സ് കൂടെ ചിലപ്പോൾ എടുത്താലായിരുന്നു. ഞാനൊന്നും വാങ്ങിയില്ല. പിന്നെ എനിക്കൊരു സെറ്റ് മുണ്ട് വാങ്ങണമെന്നുണ്ട്. അപ്പോൾ നാളെ ഒരു സെറ്റ് മുണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതിൻ്റെ വീഡിയോ നാളെ പോവുമെങ്കിൽ നാളെ അതിൻ്റെ വീഡിയോ വരും. അപ്പോൾ പിന്നെ അത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ബാലരാമപുരം ഹാൻഡ്ലൂമിലാണ് പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു സെറ്റുമുണ്ട്, ഒരു കറുത്ത കരയുള്ള ഒരു സെറ്റുമുണ്ട്, അതിങ്ങനെ വാങ്ങണമെന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഡിസൈനൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, അതൊരു സെറ്റുമുണ്ട്, അങ്ങനെ അത് വാങ്ങാൻ പോകണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പോയെങ്കിൽ നാളെ അതിൻ്റെ വീഡിയോ ഇട്ടേക്കാം. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇവിടെ രാത്രി 12 മണിയൊക്കെ ആയി. പോയിട്ട് വന്നപ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ചു, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയിട്ട് അതാണ് വീഡിയോ എടുക്കാൻ ഞാൻ ലേറ്റായി പോയത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സീ യു, നാളെ കാണാം, ബൈ.